ഹേയ്, എല്ലാവർക്കും PSC പിഴയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കുഞ്ഞാലി ഒന്നാമനെക്കുറിച്ചും ചാലിയങ്കോട്ടയെക്കുറിച്ചുമാണ്. അപ്പോൾ ഇന്ന് പൊന്നാനി സന്ധിയെക്കുറിച്ചാണ് പറയുന്നത്. 1540 സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ സന്ധി, പൊന്നാനി സന്ധി. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. നേരെ വീഡിയോയിലേക്ക്. പോർച്ചുഗീസുകാർ ചാലിയത്ത് അടിസ്ഥാനം ഉറപ്പിച്ചത് കുഞ്ഞാലിമാരുടെ അസ്ത്രവീര്യരാക്കിയില്ല. അപ്പോൾ പോർച്ചുഗീസുകാർ ചാലിയത്ത് കോട്ട കെട്ടി അവിടെ സൈനിക താവളമാക്കിയതൊന്നും കുഞ്ഞാലിമാർക്കൊരു പ്രശ്നമായിരുന്നില്ല. സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ പ്രമുഖ നാവികനായിരുന്ന കുട്ടിയാലി മരയ്ക്കർ 1534 വധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം യുവാവായ കുഞ്ഞാലി രണ്ടാമൻ ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 1528 കുഞ്ഞാലി ഒന്നാമനായിട്ടുള്ള കുട്ടി അഹമ്മദ് അലി എന്ന് വിളിക്കുന്ന കുട്ടിയാലിയെ ഇവർ പോർച്ചുഗീസുകാർ പിടികൂടിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ 1531 വധിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനം യുവാവായിട്ടുള്ള കുഞ്ഞാലി രണ്ടാമന് കൊടുത്തുകൊണ്ട് സാമൂതിരി നാവികപ്പടയെ വീണ്ടും പുനഃസംഘടിപ്പിക്കുകയും ചെയ്തുവെന്ന് കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് പോയി കാണുക. പോർച്ചുഗീസ് കപ്പലുകൾ പിടിക്കുകയും കപ്പൽ ജോലിക്കാരെ ഒന്നോടെ കൊല്ലുകയും ചെയ്യുക കുഞ്ഞാലി രണ്ടാമന് മിക്കവാറും ഒരു വിനോദമായിരുന്നു. പല സന്ദർഭങ്ങളിലും ഇരു കപ്പൽ കൂട്ടങ്ങളും നടുക്കടൽ വെച്ച് ഏറ്റുമുട്ടി. 1536 മാർട്ടിൻ ഡിസൂസ് ഇടപ്പള്ളി കോട്ട പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞാലി കൊച്ചിയിൽ പ്രത്യക്ഷപ്പെടുകയാൽ ഇടപ്പള്ളിയിൽ നിന്ന് പിൻവാങ്ങാൻ പോർച്ചുഗീസ് സൈന്യം നിർബന്ധിതമായി. അപ്പോൾ 1536 മാർട്ടിൻ ഡിസൂസ് കൊച്ചിയിലെ ഇടപ്പള്ളിക്കോട്ട പിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അപ്പോൾ അവിടെ കുഞ്ഞാലി രണ്ടാമനെ കണ്ടതിനാൽ ഇടപ്പള്ളിയിൽ നിന്ന് പിൻവാങ്ങാൻ പോർച്ചുഗീസ് സൈന്യം നിർബന്ധിതമായി. കുഞ്ഞാലി രണ്ടാമനെ കണ്ടു എന്ന് പറഞ്ഞാൽ കുഞ്ഞാലി രണ്ടാമനും അദ്ദേഹത്തിൻ്റെ സൈന്യമുണ്ട്. അപ്പോൾ ഈജിപ്തിൻ്റെ നായകന്മാരായി തീർന്ന തുർക്കികളുടെ സഹായം തേടാൻ ഇതിനിടയ്ക്ക് സാമൂതിരി ഒരു ശ്രമം നടത്തി നോക്കി. അപ്പോൾ ആ സമയത്ത് ഈജിപ്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് തുർക്കികളുടെ കൈകളിലേക്ക് എത്തി. കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോ ചെയ്യാം. തുർക്കികളുടെ സഹായം നേടാൻ ഇതിനിടയ്ക്ക് സാമൂതിരി ഒരു ശ്രമം നടത്തി നോക്കി. അത് വിഫലമാവുകയാണ് ഉണ്ടായത്. എന്നാലും ഈജിപ്തിൻ്റെ നാവിക സൈന്യം ഗുജറാത്തിനടുത്ത് നേരെ വന്ന് പോർച്ചുഗീസുകാരുമായി യുദ്ധത്തിൽ ഏർപ്പെടാതെ തങ്ങളുടെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കുക മാത്രം ചെയ്തിട്ട് മടങ്ങിപ്പോയി. തുടർച്ചയായി യുദ്ധം ചെയ്യുകയാൽ ഇക്കാലമായപ്പോഴത്തേക്ക് സാമൂതിരിയുടെ ശക്തി ക്ഷയിച്ചു. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ യുദ്ധം നടക്കുന്ന കാരണം ഇതിനൊരുപാട് ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം സാമൂതിരിയുടെ ശക്തി ക്ഷയിച്ചു. കോഴിക്കോട് വാണിജ്യമൊക്കെ തകർന്നു. നികുതി മാർഗങ്ങളൊക്കെ അടഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഖജനാവ് ശൂന്യമായി. ആ നിലയിൽ അദ്ദേഹം 1540 ജനുവരിയിൽ പോർച്ചുഗീസുകാരുമായി ഒരു സന്ധി ഉണ്ടാക്കി. അതാണ് പൊന്നാനി സന്ധി എന്നറിയപ്പെടുന്ന സന്ധി. ഈ സന്ധി അനുസരിച്ച് സാമൂതിരി തൻ്റെ രാജ്യത്തുണ്ടാകുന്ന കുരുമുളക് കൊച്ചിയിലെ വില നിരക്കിന് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട്ട് കൊടുക്കണമായിരുന്നു. സമുദ്ര സഞ്ചാരത്തിൽ അറബി കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ ചീട്ട് വേണമെന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥ. അപ്പം കൊച്ചിയിലെ വിലയുടെ അതേ വിലയിൽ തന്നെ കോഴിക്കോട്ട് കുരുമുളക് കൊടുക്കണം പോർച്ചുഗീസുകാർക്ക്. അതുപോലെ തന്നെ അറബി കപ്പലുകാർക്ക് പോർച്ചുഗീസുകാരുടെ ചീട്ട് വേണമായിരുന്നു. സാമൂതിരി കേരളത്തിലെ മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ നിഷ്പക്ഷത പാലിക്കണമെന്ന് സന്ധിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സാമൂതിരി കേരളത്തിലെ മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ അതിൽ ഇടപെടരുത് എന്നും സന്ധിയിൽ പറഞ്ഞിരുന്നു. പ്രയോജനകരമായിരുന്നു, ഇരു വിഭാഗക്കാർക്കും പ്രയോജനകരമായിരുന്നു 1540 സന്ധി. കോഴിക്കോട്ട് തുറമുഖത്തിലെ വാണിജ്യം പോർച്ചുഗീസുകാരുടെ കുത്തകയായി. അപ്പോൾ ഈ ഒരു സന്ധി പ്രകാരം കോഴിക്കോട്ട് തുറമുഖത്തിലെ വാണിജ്യം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കുത്തകയായി. അവർ നിഷ്പക്ഷത പാലിക്കുമെന്നതുകൊണ്ട് പ്രാദേശിക ശക്തികളുമായി യുദ്ധം ചെയ്യാനുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം സാമൂതിരിക്കും കിട്ടി. അപ്പോൾ സാമൂതിരിയും വേറെ നാട്ടുരാജ്യങ്ങളെ ആയിട്ടുള്ള യുദ്ധത്തിൽ ഇടപെടാത്തത് കാരണം ആ ഒരു സ്വാതന്ത്ര്യം, അവരെ ആക്രമിക്കാനും യുദ്ധം ചെയ്യാനും പിടിച്ചെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം സാമൂതിരിക്കും കിട്ടി. പുറക്കാട്ടെയും കൊല്ലത്തെയും രാജാക്കന്മാരുമായി പോർച്ചുഗീസുകാർ ഇതേ രീതിയിൽ ഉടമ്പടികൾ ഉണ്ടാക്കാൻ ഇത് വഴിതെളിച്ചു. അപ്പോൾ ഈ ഉടമ്പടി ഒരു നല്ല ഉടമ്പടി ആയത് കാരണം പുറക്കാട്ടെയും കൊല്ലത്തെയും രാജാക്കന്മാരുമായിട്ട് പോർച്ചുഗീസുകാർ ഇതേ രീതിയിൽ ഉടമ്പടികൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഉടമ്പടി കാരണമായി. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്നൊരു ബഹുമതിയും അവർ പുറക്കാട്ട് രാജാവിന് നൽകി. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്നൊരു ബഹുമതിയും അവർ ആർക്ക് നൽകി? പുറക്കാട്ട് രാജാവിന് നൽകി. അടുത്ത വീഡിയോയിൽ സാമൂതിരി ചാലിയങ്കോട്ട പിടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.